വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീരാമ പട്ടാഭിഷേക രഥയാത്ര നടത്തി. പാലക്കാട് കോട്ടമൈതാനം ആഞ്ജനേയ ക്ഷേത്രത്തിൽ നിന്ന് വടക്കന്തറ ക്ഷേത്രം വരെയാണ് രഥയാത്ര നടത്തിയത്. നഗരത്തിലെ 10 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാണ് പദയാത്ര സമാപിച്ചത്. ഹിന്ദു സമൂഹത്തിലെ മൂല്യച്യുതി ഉന്മൂലനം ചെയ്യുന്നതിനും സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തുന്നതിനുമായി സന്യാസിമാർ നയിക്കുന്ന യാത്രയാണ് ധർമ്മസന്ദേശയാത്രയെന്ന് സ്വാമിമാർ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ശ്രീരാമ പട്ടാഭിഷേക രഥയാത്രയാണ്. ഹിന്ദുവിൻ്റെ ഐക്യത്തിനും ഹിന്ദുവിൻ്റെ ഉന്നമനത്തിനും വേണ്ടി എല്ലാ കർക്കിടക മാസങ്ങളിലും, എല്ലാ വർഷത്തിലെ കർക്കിടക മാസങ്ങളിലും ഈ ഭഗവാന്റെ രഥയാത്ര നടത്തുന്നു. ഏകദേശം 9ഓളം അമ്പലങ്ങൾ കാലത്ത് 7 മണി മുതൽ രാത്രി 9 മണി വരെ 9ഓളം അമ്പലങ്ങൾ സന്ദർശിച്ചിട്ടാണ് ഈ യാത്ര കഴിയുന്നത്. നമ്മുടെ ഉദ്ദേശം ഹിന്ദുവിൻ്റെ ഐക്യവും ഹിന്ദുവിൻ്റെ ഉന്നമനവുമാണ്. എല്ലാ വർഷം തോറും ഭഗവാന്റെ പേരിൽ ഒരു പട്ടാഭിഷേക രഥയാത്ര. ഇത് ഇന്ന് കാലത്ത് മാത്രം 24 hours, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ. രാവിലെ കോട്ട ആഞ്ജനേയ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി അവിടുന്ന് മണപ്പുള്ളിക്കാവ് ക്ഷേത്രം, യാക്കര വിശേഷ ക്ഷേത്രം, കർണിയമ്മൻ മൂത്താന്തര ക്ഷേത്രം, കണ്ണേങ്കോൽ അമ്പലം, മാർക്കറ്റിനിടയിൽ കണ്ണേങ്കോൽ അമ്പലം, കൂടാതെ ഇപ്പോൾ ഇവിടെ തപോവനത്ത് ബ്രേക്കിട്ട്, അത് കൂടാതെ ഈവനിങ് കൽപ്പാത്തി, വട്ടമല, അങ്ങനെ വടക്കന്തര അമ്പലത്തിൽ വെച്ച്, വടക്കന്തര തിരുവുരുക്കൽ ബാധിക്ഷേത്രത്തിൽ വെച്ച് സമാപനം. വിശ്വ ഹിന്ദു പരിഷത്തിന് മുഖ്യത്തിലും ബജ്രംഗ് ദാളും കൂടി ചേർന്ന് നടത്തുന്ന സംയോജക പരിപാടി. ഓലുശ്ശേരി ക്ഷേത്രം തന്ത്രി സ്വാമി കൃഷ്ണാനന്ദ ദയാനന്ദ ഉദ്ഘാടനം ചെയ്തു. സ്വാമി ദേവാനന്ദപുരി സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.